സഹകരണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF ദില്ലിയിൽ നടത്തിയ ധർണയിൽ ഉമ്മൻചാണ്ടി പങ്കെടുത്തില്ല. DCC പുനഃസംഘടനയിൽ എ ഗ്രൂപ്പിന് പരിഗണന കുറഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് ഉമ്മൻചാണ്ടി വിട്ടുനിന്നത്. രാഹുൽ ഗാന്ധി, മുകുൾ വാസ്നിക് എന്നിവർ പങ്കെടുത്ത ധർണയിൽ നിന്നാണ് ഉമ്മൻചാണ്ടി വിട്ടുനിന്നത്. കേരളത്തിലെ സഹകരണ ബാങ്കുകളോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന വിവേചനത്തിലും റേഷൻ വിഹിതം വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ചായിരുന്നു ദില്ലിയിൽ UDF ധർണ. UDF MLA-മാരും MP-മാരും സംയുക്തമായാണ് ധർണ നടത്തിയത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് നോട്ട് പിൻവലിക്കൽ തീരുമാനമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് AK ആന്റണി പറഞ്ഞു. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്ത ധർണയിൽ നിന്ന് എന്നാൽ ഉമ്മൻചാണ്ടി വിട്ടുനിന്നു. സ്വാഭാവികമായിട്ടും എല്ലാ സമരങ്ങളിലും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയില്ല. DCC പട്ടികയിൽ എ ഗ്രൂപ്പിന് വേണ്ട വിധം പരിഗണന ലഭിക്കാത്തതിലെ അതൃപ്തി എ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും KC ജോസഫും കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. DCC പ്രസിഡന്റ് പട്ടികയിലെ അതൃപ്തി നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയെയും ധനമന്ത്രിയെയും UDF സംഘം കണ്ടപ്പോഴും ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം പ്രകടമായിരുന്നു. ഇതിനു പിന്നാലെയാണ് ധർണയിൽ നിന്ന് ഉമ്മൻചാണ്ടി പൂർണ്ണമായി വിട്ടുനിന്നത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഉള്ളതിനാലാണ് ധർണയ്ക്ക് ഉമ്മൻചാണ്ടി എത്താതിരുന്നത് എന്നാണ് UDF വിശദീകരണം. INTUCയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഗോപാലേട്ടൻ്റെ 1ാം ചരമവാർഷികമാണ്. അത് എന്നോട് നേരത്തെ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പരിപാടി വരുന്നില്ല എന്നുള്ളത് അറിയിച്ച. ആരോഗ്യ കാരണങ്ങളാൽ VM സുധീരനും ധർണയിൽ പങ്കെടുത്തില്ല. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം നഷ്ടപ്പെടില്ലെന്ന് ധനമന്ത്രി ഉറപ്പ് നൽകിയതായി UDF സംഘം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. സംസ്ഥാനത്തിനുള്ള റേഷൻ വീതം പുനഃസ്ഥാപിക്കണമെന്നും UDF സംഘം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടു. ദേശീയ തലത്തിലും UDF സംയുക്തമായി സംഘടിപ്പിച്ച പ്രക്ഷോഭത്തിനിടയിലും ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറി എത്രത്തോളം രൂക്ഷമെന്നത് വ്യക്തമാക്കുന്നതായി. ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭോപ്പാലിൽ തടഞ്ഞതിനെതിരായ പ്രതിഷേധം പാർലമെന്റിലും. ഇടതുപക്ഷ MP-മാർ പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണ നടത്തി. വിഷയത്തിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഇടതുപക്ഷ MP-മാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. മുഖ്യമന്ത്രിക്ക് ആവശ്യത്തിന് സുരക്ഷ നൽകാത്തത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നും MP-മാർ ആവശ്യപ്പെട്ടു. മുൻ ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരനും ദേവസ്വം സെക്രട്ടറിയുമായ VS ജയകുമാർ ഉൾപ്പെടെ തട്ടിപ്പ് കേസിലെ നിർണായക ഫയൽ അപ്രത്യക്ഷമായത് വിവാദമാകുന്നു. ഫയൽ കണ്ടെത്താൻ പുനരന്വേഷണം നടത്തണമെന്ന വിജിലൻസിന്റെ ശുപാർശയിൽ ദേവസ്വം ബോർഡ് നടപടിയില്ല. പമ്പയിലെ മെസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് ദുരൂഹ സാഹചര്യത്തിൽ പമ്പ ദേവസ്വം ഓഫീസിൽ നിന്നും അപ്രത്യക്ഷമായത്. മെസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് കണക്കുകൾ സംബന്ധിച്ച ഫയലുകൾ കാണാതായത്. അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ത്വരിതാന്വേഷണം നേരിടുന്ന ദേവസ്വം ബോർഡ് സെക്രട്ടറിയും മുൻ ദേവസ്വം മന്ത്രിയുടെ സഹോദരനുമായ VS ജയകുമാർ പമ്പ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ നടന്ന തട്ടിപ്പിന്റെ ഫയലുകളാണ് കാണാതായത്. 2003-2004 വർഷം ഉത്സവകാലത്ത് പമ്പ മെസ്സിൽ നിന്നും ഭക്ഷണം കഴിച്ചവരുടെ കണക്കും ചെലവായ തുകയും അടങ്ങിയ മെസ്റ്റ് റോൾ എന്ന ഫയലാണ് കാണാതായിരിക്കുന്നത്. പമ്പ സന്നിധാനം മെസ്സുകളുടെ നടത്തിപ്പുമായി VS ജയകുമാർ അടക്കം 4 പേർ പണം തട്ടിയതായി പത്തനംതിട്ട വിജിലൻസ് DYSP റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട നിർണായക ഫയലുകൾ അപ്രത്യക്ഷമായത്. എന്നാൽ പ്രസ്തുത ഫയൽ മാത്രം കത്തിപ്പോയതായാണ് VS ജയകുമാറും ദേവസ്വത്തിന്റെ ഉന്നതരും കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴി. ക്രമക്കേട് പുറത്താകാതിരിക്കാൻ പ്രതികൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഫയലിന്റെ തിരോധാനമെന്നതാണ് വിജിലൻസിന്റെ നിഗമനം. ഫയൽ കണ്ടെത്താൻ തുടരന്വേഷണം നടത്തണമെന്ന വിജിലൻസിന്റെ ആവശ്യത്തിന്മേൽ ഇനിയും ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചിട്ടില്ല. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ശബരിമല. ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ വിവാഹം മാർച്ച് 29-ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കും. തൃശൂർ കുന്നത്തങ്ങാടി സ്വദേശി സന്തോഷാണ് വരൻ. വൈക്കത്തെ വീട്ടിൽ വിജയലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം നടന്നു. നേരത്തെ കൈരളി TVയുടെ ഫിനിക്സ് അവാർഡ് വേദിയിലാണ് വിവാഹ വാർത്ത വിജയലക്ഷ്മി അറിയിച്ചത്. ഗായിക വൈക്കം വിജയലക്ഷ്മി വിവാഹിതയാകുന്നു. തൃശൂർ കുന്നത്തങ്ങാടി സ്വദേശി സന്തോഷാണ് വരൻ. മാർച്ച് 29-ന് രാവിലെ 9-നും 11:30-നും ഇടയ്ക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് വിവാഹം. ഇന്ന് വിജയലക്ഷ്മിയുടെ വൈക്കത്തെ വീട്ടിലാണ് വിവാഹ നിശ്ചയം നടന്നത്. കൈരളി TV ഏർപ്പെടുത്തിയ ഫീനിക്സ് അവാർഡ് സ്വീകരിച്ച ശേഷമാണ് വിജയലക്ഷ്മി തന്റെ വിവാഹ കാര്യം ആദ്യമായി ജനങ്ങളുമായി പങ്കുവച്ചത്. മലയാളത്തിന്റെ മഹാനടനിൽ നിന്നും അവാർഡ് ലഭിച്ചത് തന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ് നൽകുന്നതെന്നും അതുപോലൊരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് വിജയലക്ഷ്മി തന്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. കുന്നത്തങ്ങാടിയിൽ നിന്നും സന്തോഷ് ചേട്ടനാണ്. ചേട്ടൻ സോപാന സംഗീതമൊക്കെ പാടും. ഈശ്വരഭക്തനാണ്. നല്ല സൂപ്പറാണ്.
ഹോട്ടൽ മാനേജ്മെന്റ് പഠനശേഷം ബഹ്റൈനിൽ ജോലി ചെയ്തുവരുന്ന സന്തോഷിന്റെ ആലോചന വിവാഹ പരസ്യത്തിലൂടെയാണ് വന്നതെന്ന് വിജയലക്ഷ്മിയുടെ അച്ഛൻ മുരളീധരൻ പറഞ്ഞു. കാഴ്ചയ്ക്ക് വൈകല്യമുള്ള വൈക്കം സ്വദേശിനിയായ ഗായികയ്ക്ക് വരനെ തേടുന്നുവെന്ന പരസ്യം കണ്ട് നിരവധി ആലോചനകൾ വന്നിരുന്നു. അപേക്ഷകരിൽ നിന്നും ഭക്തനും സംഗീതപ്രേമിയുമായ സന്തോഷിനെ വിജയലക്ഷ്മിയും കുടുംബവും തിരഞ്ഞെടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുഖ്യമന്ത്രി പിണറായി വിജയന് ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്ന് ഇടവക വികാരിയും പാരിഷ് കൌൺസിൽ അംഗങ്ങളും. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം നന്ദൻകോട്ടെ തിരുഹൃദയ ദേവാലയത്തിലെ ഇടവക വികാരി ഫാദർ ഡോക്ടർ ഡൈസണും പാരിഷ് കൌൺസിൽ അംഗങ്ങളും സെക്രട്ടേറിയറ്റിലെത്തിയാണ് മുഖ്യമന്ത്രിക്ക് ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നത്. ക്രിസ്മസ് കേക്കും ഇടവക പ്രതിനിധികൾ മുഖ്യമന്ത്രിക്ക് കൈമാറി. തനിക്ക് ആശംസയുമായി എത്തിയവർക്ക് തിരികെ ആശംസകൾ നേരാനും മുഖ്യമന്ത്രി മറന്നില്ല. തിരുവനന്തപുരത്തെ എനർജി മാനേജ്മെന്റ് സെന്ററിൽ ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ആചരിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ എം നാരായണന്റെ നേതൃത്വത്തിൽ ഊർജ്ജ സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. KCB ചെയർമാൻ ഡോക്ടർ കെ ഇളങ്കോവൻ, IAS, റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ TM മനോഹരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. NYC യുവജന വിഭാഗമായ നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വ പരിശീലന ക്യാമ്പ് തൃശൂർ അതിരപ്പള്ളിയിൽ നടന്നു. ക്യാമ്പ് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. NYC ജില്ലാ പ്രസിഡന്റ് PT സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. NYC സംസ്ഥാന പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, NCP ജില്ലാ പ്രസിഡന്റ് രഘു കെ മാരാത്ത തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു.